ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 21 അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ചലഞ്ചിൽ ഇത്രയും ഒരു ഗ്യാപ്പൊക്കെ വരുന്നത്. 2-3 ദിവസമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നത് ആദ്യമായിട്ടാണ്. സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരാഴ്ചയായിട്ട് അടഞ്ഞ മഴയായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ പാക്കും കൂടി ഇട്ടപ്പോൾ എനിക്ക് പണി കിട്ടി. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാക്ക് ഇല്ലാത്ത ദിവസം നിങ്ങൾ റൊട്ടീനിൽ പാക്കുകൾ ചെയ്തു, പിന്നെ നമ്മൾ പഴയ ചെയ്ത പാക്കുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ചലഞ്ചിൽ ഇന്ന് ഡേ 21. അപ്പോൾ ഇത് നമുക്ക് വലിയ ഹെവി ആയിട്ടുള്ള പാക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടൊരു പാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്, താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒറ്റൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാക്കല്ല, നമ്മളിന്നൊരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. ഇപ്പോൾ ചായപ്പൊടി ഞാനിവിടെ ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ അളവിൽ ചായപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾ വലിയ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ അളവിൽ നിറച്ചും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ യൂസിനുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതൊന്നും കട്ടൻ ചായയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 സ്പൂൺ അളവിൽ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് അളവിൽ വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചായപ്പൊടിയിലുള്ള സത്ത് ആ വെള്ളത്തിൽ കിട്ടില്ല. അപ്പോൾ നല്ലൊരു കടുപ്പത്തിൽ നമ്മൾ ചായ ഉണ്ടാക്കി എടുക്കില്ലേ, അതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ആ ഒരു കടുപ്പാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതായത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പയിൽ അരിക്കണേ അങ്ങനെ അരിക്കാം, അല്ലെങ്കിൽ തുണിയിൽ അരിച്ചെടുക്കണേ തുണിയിൽ അരിച്ചെടുക്കാം. പിന്നെ അരിപ്പയിൽ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിനകത്ത് ചെറിയ ചെറിയ പൊടികൾ വരാൻ ഇതുണ്ട്. ചായപ്പൊടി ആയതുകൊണ്ട് തന്നെ പൊടികൾ വരും. അപ്പോൾ ഏറ്റവും നല്ലത് പൊടികളൊന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. കട്ടൻ ചായ മാത്രമാണ് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഹെവി ആയിട്ട് ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിലേക്ക് കട്ടൻ ചായ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മുടിയിൽ കുറച്ച് ഓയിൽ നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ. ചലഞ്ച് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുടി ഓയിലി ആണോ ഡ്രൈ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മുടി എന്തായാലും കുറച്ച് ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ പിന്നെ ഓയിൽ തേക്കുന്നുണ്ട്. ഒരുപാട് കൂടിയ അളവിൽ തേക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ തേക്ക്. ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ടൻ ചായ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ ഉപയോഗിച്ചിട്ട് തേച്ചാൽ മതി. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവണമെന്ന് മാത്രമേ ഉള്ളൂ. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പാക്ക് തേക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് നിങ്ങൾ ഇപ്പോൾ ചിലവർക്ക് ഫ്രണ്ട് പോർഷനിലായിരിക്കും, ചിലർക്ക് ബാക്കിലായിരിക്കും കൂടുതലായിട്ട് താരനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പുതിയ മുടികൾ വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ്റെ പ്രശ്നം കുറയ്ക്കാനും ഇച്ചിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും കട്ടൻ ചായ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ചിലർ നമ്മളടുത്ത് ചോദിക്കലുണ്ട്, ഇങ്ങനെ കട്ടൻ ചായ നമുക്കൊരു ടോണറായിട്ട് നൈറ്റൊക്കെ മുടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കലുണ്ട്. കട്ടൻ ചായ അങ്ങനെ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കട്ടൻ ചായക്ക് ഒരു സ്റ്റെയിൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെയിൻ നമ്മുടെ മുടിയിൽ അങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ നമ്മളിത് കഴുകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ അത് പിടിച്ചു നിൽക്കാനും പിന്നെ നമ്മൾ കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ടോണറായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആയിട്ട് പാക്കായിട്ട് ഉപയോഗിച്ചിട്ട് കഴുകുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുടിയിൽ ഒരുപാടൊന്നും സ്പ്രേ ചെയ്തിട്ടില്ല, മുടിയുടെ അറ്റത്തും ജസ്റ്റ് ഒന്ന് മുടിയിൽ സ്പ്രേ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു മസാജിങ് കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. കഴുകുമ്പോൾ വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകാത്തതുകൊണ്ട് കഴുകുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 21ാമത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ ദിവസം നൈറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നാളെ നമ്മൾ പാക്കുകളും കാര്യങ്ങളും ചെയ്യാത്ത ദിവസമാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് 23ാമത്തെ ദിവസമാണ് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.